നീ ചെയ്യാൻ പോണത്? പിള്ളേച്ചൻ ഈ സമ്പാദിച്ചു കൂട്ടുന്നതിന്റെ യഥാർത്ഥ അവകാശിയാരാ? ആരാ? അയാളുടെ ഒരേ ഒരു മകള് രുക്മിണി. അത് ശരിയാ. അപ്പൊ എന്റെ വീടിന്റെ ആധാരത്തിന്റെ അവകാശിയാരാ? ആരാ? രുക്മിണി. അതെ, അതിന് അവളെ ഞാനവിടെ പ്രേമിക്കും. പ്രേമിച്ചു ഞാൻ അവളെ കൊണ്ട് പറയിക്കും, മാധവേട്ടനെ കെട്ടണം, മാധവേട്ടനെ കെട്ടണം. അവസാനം ഞാൻ അവളെ കെട്ടും. അതോടെ എന്റെ പ്രശ്നം തീർന്നില്ലേ? മാധവ, സ്റ്റേഷനിലേക്ക് കണ്ട് കസേര വേണല്ലോ. സർക്കാരിന്റെ അടുത്ത് പൈസ ഇല്ലേ? ഗോദരേജിന്റെ ഇല്ല, തേക്കിന്റെ ആയാലും മതി. ഞാൻ ആ പിഷാരടിയുടെ അവിടെ 2 കണ്ടുവച്ചിട്ടുണ്ട്. ഓഹോ, കേസെടുക്കരുത്. പുതിയ എസ്ഐ ഇന്ന് ചാർജ് എടുക്കുമെന്ന് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. നമ്മുടെ പയ്യനാ. ഇതാണ് ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ നമ്പൂതിരി. കള്ളന്റെ കയ്യില് താക്കോല് കൊടുക്കാന്ന് കേട്ടിട്ടുണ്ട്. തൊപ്പി കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. ലാത്തിയും കയ്യും ഒരേ ചോറില. ഇവനാണ് ഇവിടുത്തെ പ്രസിദ്ധനായ കള്ളൻ. ഇവർ 2 ശരീരവും ഒരു ആത്മാവുമാണ്. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ലേ? എന്തോ ഞാനേ റിട്ടയർഡ് കള്ളൻ, ഇവന്റെ ഗുരു മുള്ളാണി പപ്പൻ. അതെ, പെൻഷൻ പറ്റിരിക്കുക സാറേ. കാല് നിറയെ ആണിയ, പഴയതുപോലെ ഓടാൻ വയ്യ, അതുകൊണ്ടാ. എന്താടാ നിന്റെ പേര്? മാധവൻ. വലിയ നായരാ. അച്ചു നമ്പൂരി സ്റ്റേഷനിലേക്ക് ചെല്ല്, നമുക്ക് അവിടെ വെച്ച് പരിചയപ്പെടാം. ഓ, വട്ടപ്പേര് പറയടാ. മീശ മാധവൻ. ഇവൻ ആരെങ്കിലും നോക്കി മീശ പിരിച്ചാൽ അന്ന് രാത്രി അയാളുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചിരിക്കും. അതാ മീശ മാധവൻ. ഓഹോ, എന്നാ മീശയൊന്ന് പിരിച്ചേ, ഒന്ന് കാണട്ടെ. സാറാവൻ പിരിച്ച അച്ചു നമ്പൂരി. ഓ, സാറാ ഞാൻ പോയിക്കൊണ്ടിരിക്ക. പോയി പിരിക്കടാ. മീശ മാധവൻ കൊള്ളാം, സ്റ്റൈലൊക്കെ ഉണ്ട്. അപ്പോ നാളെ നമ്മൾ കാണുമ്പോ ആ മീശ അവിടെ കാണരുത്. വടിച്ചിട്ട് വരണം, ക്ലീൻ ഷേവ്, മനസ്സിലായടാ? പഠിച്ചിട്ട് വാടാ. வணக்கங்க, நாங்க ஒரு பெரிய தீர்த்தாடனை செஞ்சிட்டு இருக்கேன். இந்த முனியாண்டி போன ஜென்மத்திலே பெரிய தப்பு பண்ணிட்டான்னு தஞ்சாவூர்ல ஓலை பார்த்து சொன்னாங்க. அதுக்கு பரிகாரமா தென்னிந்தியாவில இருக்கிற எல்லா கோயிலுக்கும் போய் ദർശനം പണിക്കിട്ട് വരും. എന്നാ തൊഴുതിട്ട് വരിക. വിളിച്ചാ വിളിയേക്കണ സാമ്യ. നന്നായി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളൂ. ഉദ്ദേശ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും. ചരച്ചുവോ മീശ മാധവ? ആ മോന്തായി ഒന്ന് കാണട്ടെ. നല്ല ഇസ്തിരിപ്പെട്ടി പോലെ ഇരിക്കും. ഒന്ന് കാണട്ടെ. ഈ കുട്ടി ചിരിക്കും. പഠിച്ചില്ലേ? അവൻ വടിച്ചില്ല. മീശ മാധവനോട് മീശ വടിക്കണമെന്ന് പറഞ്ഞില്ലേ? അവൻ വടിച്ചില്ല. അവൻ അവിടെ കറങ്ങി നടക്കാൻ. മാധവനെ സാർ വിളിക്കുന്നവരാ. അവൻ എന്തൊരൊച്ച, മഹാ അഹങ്കാരി. അല്ല, മാധവൻ സാറ് പറഞ്ഞിട്ട് മീശ എടുത്തില്ല എന്ന് വെച്ചാൽ അവൻ ആരാ മോൻ? തീലി വലിച്ചു മൂക്കിക്കേറ്റല്ലോ. നമസ്കാരം. എന്താടാ മീശ വടിക്കാത്ത? വടിക്കണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? കൃഷ്ണക്കണിയാരെ. ഞാൻ പ്രശ്നം വെപ്പിച്ചു സാറേ. ഇപ്പൊ മീശ വടിച്ച മാനഹാനിയാണ് അത്ര ബലം. പിന്നെ എന്റെ അമ്മയും പറഞ്ഞു മീശ വടിച്ച എന്നെ കാണാൻ ഒരു ഭംഗിയില്ലെന്ന്. അത് പോട്ടെ, മീശ വടിച്ച മുഖം ഇസ്തിരിപ്പെട്ടി പോലെ ഇരിക്കുന്ന പിള്ളേച്ചനല്ലേ എന്നോട് പറഞ്ഞ. അല്ലെങ്കിൽ ഞാൻ വടിച്ചാനേ അല്ലടാ. സാറിന്റെ മനസ്സ് നല്ലതാ. സാറിനെ മൂപ്പിച്ചിട്ട് അവർക്കെല്ലാം കൂടി എന്നെ കളിയാക്കി ചിരിക്കാനാ. അങ്ങനെ ഇപ്പൊ വേണ്ട. സാറ് ഒരു തമാശ പറഞ്ഞാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. ആ പിള്ളേച്ചനത് കാര്യമായിട്ട് എടുത്തിരിക്കുക. ഒരുപാടങ്ങ് ഓലത്തല്ലേ.
മീശ പിടിച്ചു വലിച്ച ഭയങ്കര വേദനയാണ് സാറേ. വേദനിപ്പിക്കണ്ട സാറേ, വേറെ വഴിയുണ്ട്. ത്രിവിക്രമ, എന്തോ പോയി ബാർബർ പുഷ്കറിനെ വിളിച്ചോണ്ടോ. ഇവന്റെ മീശ ഇവിടെ വെച്ച് ഇപ്പൊ പഠിക്കണം. ഇന്നത്തെ ദിവസം അതും കാവടി എടുത്ത് വെക്കുമ്പോ അവന്റെ മീശ പഠിപ്പിക്കുന്നത് ശരിയല്ല പിള്ളേച്ച, ദൈവകോപം ഉണ്ടാവും. പ്രശ്നാവും സാറേ, അത് വേണ്ട. സാറാണെങ്കിൽ ഒരു അന്യജാതിക്കാരനാ. ആ പോടോ, ഒരു കോപ്പുമില്ല. ഇവനൊക്കെ ഇവന്റെ സൈഡാ സാറേ. മൂക്കിന് താഴെ ഇച്ചിരി രോമം, വെറും പൂട. അത് പഠിച്ചാലും പഠിച്ചാലും പിന്നെയും കെളുത്ത് വരും. അത് വിട്ടുകള സാറേ. അതെ, അമ്പലപ്പറമ്പിൽ സിഗരറ്റ് വലിക്കാൻ പറ്റില്ല. അത് കളഞ്ഞേക്ക് സാറേ. ആ കള കള കള. അല്ലേലും വലി കുറയ്ക്കുന്നതാണ് സാർ നല്ലത്. പത്തിരി ചുട്ട് വിളമ്പി വിളിച്ചത് മുത്തളി പാത്തുമ്മ അവളുടെ നെഞ്ച്. അല്ല മോനെ, അന്നെ കാണാൻ നമ്മള് പൂരപ്പറമ്പിലേക്ക് വരികയായിരുന്നു. അന്റെ മാലതീന്റെ രാസുമാനെ കിട്ടിയിടോ. ഓള് ചെമ്പ്രയില് ടേപ്പ് പഠിക്കാൻ പോയിരുന്നില്ലേ, അപ്പൊ കണ്ടിഷ്ടായതാണ്. അന്ന് ഓൻ അവിടെ ഒരു പീടികയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കായിരുന്നു. വേറെ 2 കൊല്ലം കൊണ്ട് ഓൻ സ്വന്തമായിട്ട് പീടിക വെച്ച്. അപ്പൊ ആള് മുടുക്കനാണാ. അപ്പ മറ്റേ കട കൂട്ടി കാണും. മാധവന് പറ്റിയ കമ്പനിയാ. ചേലിക്കുള്ള ഓരോ ഹമുക്കുള്ള കൂട്ടുകെട്ടാണ് മോനെ അന്നെ പടക്കാക്കണത്. നല്ല തങ്കപ്പെട്ട ചെക്കനാണ്. പെണ്ണിനെ കാണാൻ ഓന്റെ കുടുംബക്കാര് വരുന്ന ആഴ്ച ഒരു ദിവസം കെട്ട് വരുന്നുണ്ട്. ഇത്ത കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടില്ലേ? ഒടുക്കം അവള് കണ്ടു മോഹിച്ചിട്ട് എല്ലാം കഴിയുമ്പോ ആങ്ങളെ കള്ളനാണെന്നും പറഞ്ഞ് മാറിപ്പോയാ ഇനി ഒരിക്കൽ കൂടി അവൾക്ക് താങ്ങാൻ പറ്റില്ല. അവക്ക് പറ്റിയാലും എനിക്ക് പറ്റില്ല. വേണ്ട, നാളെ വെളുപ്പിന് ഞമ്മക്ക് ചെമ്പറത്തറ്റം വരെ പുക. എന്താച്ചാ അതിന്റെ മട്ടം പോലെ ഇയ്യനെ അങ്ങോട്ട് പറഞ്ഞോ. എന്തേ തമ്പുരിച്ച? അതെ, അതാ എന്റെ ശരി. മോളെ, ഇച്ചിരി നല്ല വെള്ളം ഇങ്ങടുത്തെ. അമ്മ കണ്ടേ. സന്ധ്യാനേരത്ത് ഓരോരോ അശ്രീകരം. നമുക്ക് കൂടി ഗുണമുള്ള കാര്യമല്ലേ ശാന്തമെടുത്തി. ഗുണം നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, മതിയാക്കി പോവാൻ. തീർന്നു, ഇച്ചിരി കൂടെ ഉള്ളു. കള്ളനും തെമ്മാടിയൊക്കെ ആയിട്ടും മാധവനോടാണല്ലോ നാട്ടുകാർക്ക് കാര്യം. പിള്ളച്ചനോടാർക്കും പത്യം പോരല്ലോ. അതെന്താ, നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? ആണ്. അതിന് പിള്ളേച്ചൻ കനാലിന്റെ കോൺട്രാക്ട് പണിക്ക് മേശരിയായിട്ട് വന്നതല്ലേ. ശാന്തമെടുത്തി കല്യാണം കഴിച്ചു കൂടിയതാ. ലവ് ആയിരുന്നു. ആണാ? ഒന്നിങ്ങോട്ട് വന്നേ. ഇതാ ശാന്തമേടത്തി. അതെ, ശാന്തമേടത്തി പിള്ളേച്ചനായിട്ട് ലവ് ആയിരുന്നല്ലേ? അതെ, ഇവിടെ വിളക്ക് കത്തിക്കാറായി. ഇത് നിർത്തി എല്ലാരും ഒന്ന് പോയാ വേണ്ടില്ലായിരുന്നു. പിള്ളച്ചന്റെ മോളാ? മോളെ കണ്ട അമ്മയാന്ന് പറയില്ല കേട്ടാ. മോളെ കണ്ടാൽ എങ്ങനെ അമ്മയാന്ന് പറയാ? ഓ പിള്ളച്ച, പൊടിക്ക് തമാശയൊക്കെ ഉണ്ട്. നമുക്ക് കള്ളനെ പിടിക്കണ്ടേ? പിള്ളേച്ച, നിങ്ങൾ വല്ല കാരണം ഉണ്ടാക്കാം മീശ മാധവനെ ഒന്ന് പൊക്കാൻ. നിസാര കാരണം എന്തെങ്കിലും മതി. നമുക്കവനെ അകത്തിട്ട് ശരിക്കൊന്ന് പൂശണം, വേണ്ടേ? രുക്മിണി, കേറി പോടിയാത്ത. കുടിച്ചിഷ്ടമായില്ല. ഞാൻ ഇറങ്ങാണേ. ഏട്ടത്തി പിള്ളച്ചനെ ഭേദി ഒന്നും ചെയ്തേക്കരുതേ. ഇതൊരു സാധു മൃഗമാണ്. പെണ്ണും പിള്ള നല്ല കാശുള്ള തറവാട്ടിലേ അല്ലേ? നേര് പറ പിള്ളച്ച, ഇത് ഗർഭം ഉണ്ടാക്കി കുടുക്കി കെട്ടിയതല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല, അമ്മയാണില്ല. പിള്ളച്ച, ഞാനിത് കൊണ്ടുപോവാ. അപ്പൊ നാളെ വൈകിട്ട് വരാം. വരണം. ഗുഡ് നൈറ്റ്. നീ ആ ബീഡിയൊക്കെ കളഞ്ഞിട്ട് മുണ്ട കഴിച്ചിട്ട് മെനക്ക് നടന്നേ. ഒരു കാമുകം നടക്കണം. ഇങ്ങോട്ട് വന്ന കണ്ടായിരുന്നല്ല. ആ ഏ, നീ അവൾ ഇരിക്കുന്ന പോലെ നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് ഇത്തിരി മാറിയിരുന്നോ. ഞാൻ എല്ലാം ശരിയാക്കിക്കോളാം. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നീ ചെല്ല്. ഈ കുട്ടികളെ കാണുമ്പോ നമ്മുടെ കുട്ടിക്കാലം ഓർത്തു പോവാ. എന്ത് രസമായിരുന്നു അന്നൊക്കെ. സ്കൂള് പൂട്ടുമ്പോഴേക്കും കുറുപ്പ് മാഷിന്റെ വളപ്പിലെ ചക്കരമാവ് നിറയെ മാമ്പഴം പഴുത്തിങ്ങനെ തൂങ്ങിക്കിടക്കും. ഒരു ദിവസം രുക്മിണിക്ക് മാമ്പഴം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ മാധവൻ മാവേലേക്ക് വലിഞ്ഞു കയറി. മരത്തിൽ നിറച്ച് പുളിയുറുമ്പായിരുന്നു. ഉറുമ്പ് കടിച്ചവൻ താഴെ വീണു. അപ്പോഴും പിടിവിടാതെ 2 ചക്കര മാമ്പഴം അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. രുക്മിണിക്ക് ഓർമ്മയില്ലേ? ഇല്ല. ഓർമ്മയുണ്ടാവില്ല. അന്ന് നിങ്ങൾക്ക് 4.5 വയസ്സല്ലേ പ്രായമുള്ളൂ. അതാ ഓർമ്മ വയ്ക്കാത്തത്.
പ്രായം അതല്ലേ. അവിടെ എന്താണ്? കാലം നമ്മളെയൊക്കെ വല്ലാതെ മാറ്റിയിരിക്കുന്നു. ഇതായിരിക്കുന്ന കണ്ടോ പാവം. അവൻ ഓർമ്മകളായ വിറക്കുക. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. മൈ ഫോൺ നമ്പർ ഈസ് അല്ല, രുക്മിണിക്ക് അറിയോ, മാധവൻ ഇന്ന് അതുപോലൊരു യന്ത്രമാണ്. ആർക്ക് വേണമെങ്കിലും കറക്കാലോ. ഈ ഡയലോഗ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. എന്താ തിയേറ്ററിന്റെ അടുത്താണോ വീട്? കേട്ടിട്ടുണ്ടാവും. മനുഷ്യ ജീവിതം എല്ലായിടത്തും ഒരുപോലെയാണല്ലോ. മാധവന് രുക്മിണി ഭയങ്കര ഇഷ്ടാ. പക്ഷെ രുക്മിണി കാണുമ്പോഴൊക്കെ കടിച്ചിടാൻ ചെല്ലിയല്ലേ, അതുകൊണ്ട് അവന് പറയാൻ ധൈര്യമില്ല. ശരിക്കും ഇഷ്ടാ. പ്രേമം, ലവ്, കാതൽ, മൊഹബത്ത്, പ്യാർ. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതാ. അവനൊന്നും ചെയ്യല്ലേ. ഞാൻ കേട്ടത് സത്യാണോ? മാധവൻ എന്നോട് ശരിക്കും ഇഷ്ടാ? പ്രേമം? കുറ്റബോധം കാരണം മാധവൻ ഏതോ യന്ത്രമായി പോയിന്ന് പറഞ്ഞു. ഏത് കമ്പനിയുടെ യന്ത്ര? അങ്ങനെ ഇന്ന കമ്പനി ഒന്നില്ല, ഒരു യന്ത്രം. പക്ഷെ എനിക്ക് ആ പഴയ മീശ മാധവനെ ഇഷ്ടം. ഏത് വെല്ലുവിളിയും സ്വീകരിക്കുന്ന കായംകുളം കൊച്ചിനയുടെ പിന്മുറക്കാരനായ മീശ മാധവൻ. മാധവൻ ഒരിക്കൽ കൂടി എന്റെ വീട്ടിൽ തന്നെ കയറി മോട്ടിക്കണം. ഒരു ആൺകുട്ടിയാണെന്ന് തെളിയിക്കാൻ. എന്റെ ഒരു മനസ്സമാധാനത്തിനാ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ കരുതും അന്ന് വലയിൽ കുരുങ്ങിയത് പിന്നെ മാധവൻ പേടി തൂറിയായി പോയിന്ന്. ഒരാളെ നന്നാവാനും സമ്മതിക്കൂലേ? മാധവൻ ഇനി കക്കൂല്ല. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. എടാ മാധവ, ഈ താടകന്മാരുടെ ഇടയിൽ എന്നെ കണ്ടു പോവല്ലേ. എടാ മാധവ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് തിരിഞ്ഞു 4 വർത്താനം നിനക്കും പറയാറുന്നില്ലേ? ബാക്കിയുള്ളതിന്റെ വിലയും കളഞ്ഞു. ആ റേഷൻ കടയിൽ ചീഞ്ഞരിയുടെ വിലയല്ലേ? കുഴപ്പമില്ല. എടാ, വെല്ലുവിളിയുടെ ഉദ്ദേശം നിനക്ക് മനസ്സിലായോ? ഇല്ല. കട്ട തൊണ്ടി സഹിതം പിടിച്ച ഈ ഇപ്പം പാപ്പിച്ചിട്ട് കൈ കൊടുക്കാനാ. എങ്ങനെ ഈ വെല്ലുവിളി സ്വീകരിക്കാതെ ദുഷ്ടഹൃദയത്തിൽ കയറി പറ്റുക? അയ്യേ, എന്റെ ഈശ്വര, ഈ തെണ്ടിന് ഞാൻ എങ്ങനെ പ്രേമിക്കാനാ? അപ്പൊ ഞാൻ നിന്നെ പ്രേമിക്കണതാ. എടാ വേണേ ചക്ക വേരയിലും കായ്ക്കും. പക്ഷെ അവളുടെ കയ്യിലിരുപ്പ് ആലോചിക്കുമ്പോഴാ പാട്ടി തെണ്ടി ചേറ്റെ ആറി. നിനക്ക് ഞാൻ ആൺകുട്ടിയെ തെളിയിക്കണല്ലടി ഗുണ്ടുമുളകെ. കിടക്കണ കിടപ്പിൽ ഒരു റേപ്പ് അങ്ങോട്ട് വെച്ചെന്നാണ്ടല്ല. 10 മാസം വയറും തള്ളി അമ്മേ നിന്നെ അരച്ച് കാലക്ക് ചമന്തേക്ക് ഒറ്റടി. മാധവൻ നിന്റെ അരഞ്ഞാണം കട്ടൂന്ന് ഈ പമ്പാപ്പച്ചോട് നീ പരാതി പറയില്ലല്ലോ. ഈശ്വരൻ എന്റെ കൂടെയാ. ഇത് ഞാൻ
ഇങ്ങനെ ചക്ക വെട്ടിയിട്ട് പോലെ കിടന്നുറങ്ങരുത്. ആരെങ്കിലും വന്ന് പൊക്കിക്കൊണ്ടുപോയാലും കൂടി അറിയില്ലല്ലോ. ഇന്നലെ രാത്രി ഞാൻ വന്നിരുന്നു. ഉറങ്ങിക്കിടക്കുമ്പോ നിന്നെ കാണാൻ നല്ല ചന്ത. നിന്റെ കൂമ്പിയ താമരമുട്ട് പോലുള്ള ഈ കണ്ണുകള്. അങ്ങനെ പോവല്ലേ. പറഞ്ഞാ വിശ്വസിക്കൂലെന്ന് അറിയാവുന്നോണ്ട് തെളിവിനായിട്ട് ഞാൻ സാധനം എടുത്തിട്ടുണ്ട്. കാണണോ? ഓ തറാ ബീജർജി കൊൻബൽ വത്താന കപ്പലുമായി എത്തും. അറിഞ്ഞാണ മോഷണത്തിന്റെ ഒരു ഹര പറഞ്ഞത് ഇതാദ്യായിട്ട് പാൻഡപ്പടെ കാണിക്കണം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത രാത്രി എനിക്ക് സമ്മാനിച്ചല്ലേ. ദാ വച്ചോളൂ. ഇതാ അരക്കെട്ടിൽ അങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കിടക്കണ കാണാൻ നല്ല ഭംഗിയാ. അവിടെ തന്നെ കിടന്നോട്ടെ. കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ വന്ന് കണ്ടോളാം. ആ കുട്ടിക്ക് കുളിക്കാൻ ഈ പുഴയിലെ വെള്ളം പോരാന്ന്. അത് ആന മെലിഞ്ഞതാണോ? വേഗം വാ.